ഇറാൻ നടത്തിയ വ്യോമാക്രമണങ്ങളുടെ പരമ്പരയെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി തകർത്തതായി ഇസ്രായേൽ. ചാവുകടലിന് മുകളിലൂടെ എത്തിയ 3 ഡ്രോണുകളും തകർത്തവയിൽ ഉൾപ്പെടുന്നതായി ഇസ്രായേൽ സേന അറിയിച്ചു. പുലർച്ചെ 3 മണിയോടെ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിയിരുന്നു. പിന്നാലെയാണ് ഡ്രോണുകൾ തകർത്തത്. വടക്കൻ ഇറാനിലെ ഒരു വ്യവസായിക മേഖലയ്ക്ക് സമീപം ഇസ്രായേൽ സ്ഫോടനം നടത്തിയതായി റിപ്പോർട്ടുണ്ട്. പ്രദേശത്തു നിന്ന് ആളുകളോട് ഒഴിഞ്ഞുപോവാൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ആക്രമണം. ഇസ്രായേൽ നഗരമായ ബീർഷെബ ലക്ഷ്യമാക്കിയും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. നഗരത്തിലെ കെട്ടിടത്തിലേക്ക് മിസൈൽ പതിച്ച് ഒട്ടേറെ വീടുകൾക്കും വാഹനങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചു. ബീർഷെബയിലെ മൈക്രോസോഫ്റ്റ് കെട്ടിടത്തിനടുത്തു നിന്ന് തീയുയർന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ദക്ഷിണ ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കുറച്ചുപേർക്ക് പരിക്കുണ്ട്. അതേസമയം ആശുപത്രി തകർത്തുവെന്ന ഇസ്രായേലിന്റെ അവകാശവാദം ഇറാൻ തള്ളി. ഇറാന്റെ പ്രതിരോധ നടപടികൾ കൃത്യവും അന്താരാഷ്ട്ര നിയമവുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്നതുമാണെന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചു. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തതോ അല്ലെങ്കിൽ ആക്രമണത്തെ പിന്തുണച്ചതോ ആയ ഇടങ്ങൾ മാത്രമേ ഇറാൻ ലക്ഷ്യമിട്ടിട്ടുള്ളൂ എന്നും ഇറാൻ UN-നെ അറിയിച്ചു. അതിനിടെ ഇസ്രായേൽ ഇറാൻ സംഘർഷം കനക്കുന്നതിനിടെ മധ്യപൂർവ്വ ദേശമേഖലയിലേക്ക് യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും കൊണ്ടുവരാൻ US നടപടി തുടങ്ങി. നിലവിൽ US-ന് മേഖലയിൽ 19 കേന്ദ്രങ്ങളിലായി 40,000 സൈനികരുണ്ട്. ഇതിൽ ഇറാഖ്, ബഹ്റൈൻ, ഈജിപ്ത്, ജോർദാൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലെ സ്ഥിരം കേന്ദ്രങ്ങളും ഉൾപ്പെടും. കുവൈത്തിലെ 5 കേന്ദ്രങ്ങളിലായി 13,500 സൈനികർക്കുള്ള സൗകര്യങ്ങളുണ്ട്. മധ്യേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസായ ഖത്തർ അൽ ഉദൈദ് എയർബേസിൽ 10,000 സൈനികരും B-52, F-15, F-16 എന്നിവയടക്കം 100 കണക്കിന് പോർവിമാനങ്ങളും ബോംബറുകളുമുണ്ട്. UAE-യിൽ 3,500, ഇറാഖിൽ 2,500 എന്നിങ്ങനെയാണ് US സൈനികരുടെ എണ്ണം. ബഹ്റൈനിലെ മനാമയിൽ 9,000 സൈനികരുണ്ട്. US നാവികസേനയുടെ 5ാം ഫ്ലീറ്റിന്റെ കേന്ദ്രമായ ഇവിടെ നിന്നാണ് ചെങ്കടൽ, പേർഷ്യ ഗൾഫ്, അറബിക്കടൽ എന്നിവിടങ്ങളിലെ വിമാനവാഹിനി കപ്പലുകളും മുങ്ങിക്കപ്പലുകളും മിസൈൽ വേദ കപ്പലുകളും നിയന്ത്രിക്കുന്നത്. F-16, 22, 35 ഗണത്തിലുള്ള കൂടുതൽ വിമാനങ്ങൾ ഉടൻ എത്തിക്കുമെന്നാണ് വിവരം. US-ൽ നിന്ന് യൂറോപ്പിലേക്ക് 30 യുദ്ധവിമാനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കർ വിമാനങ്ങളും മേഖലയിൽ എത്തിയിട്ടുണ്ട്.